എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതല്പം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നോക്കിയ പേര് പോലെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ, സാധ്യതകളുടെ ഗണിതം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ SLC പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ SLCയുടെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന അതിന് മുമ്പായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെ. അതായത് ഫുൾ A+ കിട്ടുമോ, അല്ലെങ്കിൽ A+ കിട്ടില്ലേ, അല്ലെങ്കിൽ എത്ര A+ കിട്ടും അല്ലെ. അപ്പൊ ഫുൾ A+ കിട്ടോ, കിട്ടാനാണ് സാധ്യത നമ്മൾ പറയാറുണ്ടല്ലേ. അല്ലെങ്കിൽ ഫുൾ A+ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ സാധ്യതയാണ് നമ്മുടെ. അപ്പൊ ഒരു പക്ഷേ കിട്ടാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ 50-50 അല്ലെ. ഒരു പക്ഷേ കിട്ടും, അല്ലെങ്കിൽ കിട്ടാതിരിക്കും, അല്ലെങ്കിൽ കിട്ടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് പറയും. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ നല്ല മഴ പെയ്യുന്ന സമയമാണ് അല്ലെ, നല്ല മഴക്കാലാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ഇന്നിപ്പോൾ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നാളെയും കൂടി മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ രാവിലെയും കൂടി മഴ ഉണ്ടായിരുന്നുവെങ്കിൽ കളക്ടർ ഒരു അവധി പ്രഖ്യാപിച്ചാനെ അല്ലെ. അപ്പൊ നാളെ കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യും അല്ലെ. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇതുപോലെ തന്നെ കളക്ടറോട് ചോദിച്ചപ്പോൾ കളക്ടർ കൊടുത്ത മറുപടി വളരെ വൈറലായിരുന്നു അല്ലെ. അപ്പൊ എന്തായിരുന്നു കളക്ടർ കൊടുത്ത മറുപടി? കളക്ടർ കൊടുത്ത മറുപടി നാളെ അവധിയൊന്നുമില്ല, അപ്പൊ നന്നായിട്ട് പോയി സ്കൂളിൽ പോയിട്ട് പഠിക്കും, നന്നായിട്ട് മലയാളം ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാൻ പറഞ്ഞു. കാരണം എന്താണ്, ആ മലയാളത്തിൽ എഴുതിയത് അതിൽ വെറും അക്ഷരത്തെറ്റുകളായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ സാധ്യതകൾ, അതായത് സാധ്യത കൂടുതലാണ്, സാധ്യത കുറവാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്സിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ചാപ്റ്റർ. അപ്പൊ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പാഠത്തിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്, ഒരു ഗെയിമാണ് അല്ലെ. ഇപ്പൊ നമുക്കത് കിട്ടോ കിട്ടില്ലേ, അല്ലെ കിട്ടിയാൽ ഏതിനാണ് ചാൻസ് കൂടുതൽ, ഏതിനാണ് ചാൻസ് കുറവ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് ഒന്ന് കടക്കാം. അപ്പൊ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതിവിടെ 4 ബോക്സ്, ഇത് 4 ബോക്സുകളാണ്. ഈ ബോക്സിൽ ഓരോന്നിലും 10 ബീഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ബോക്സിനും 10 ബീഡ്സ് ഉണ്ട്, 10 മുത്തുമണികളുണ്ട്. അതിൽ ആദ്യത്തെ ബോക്സിൽ 9 ബ്ലാക്കും 1 വൈറ്റും, മനസ്സിലായല്ലോ. 9 ബ്ലാക്ക് ബീഡും 1 വൈറ്റ് ബീഡും. അടുത്തതിൽ നോക്കിയാൽ 7 ബ്ലാക്കും 2 വൈറ്റും. അടുത്ത ബോക്സിലോ 5 ബ്ലാക്കും 5 വൈറ്റും ഉണ്ട്. അടുത്തതിൽ 1 ബ്ലാക്കും. അപ്പൊ ഇത് 4 ബോക്സ് ആണ്, 10 ബീഡ്സ് വെച്ചിട്ടുണ്ട് അല്ലെ. ഇതിപ്പോ നമ്മളൊരു കളി കളിക്കുന്ന പോലെ. ഇനി പെട്ടിയിൽ നിന്ന് നമ്മൾ കണ്ണടച്ചിട്ട്, നിങ്ങളോട് ഞാൻ പറയുന്നത്, കണ്ണടച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ബീഡ് എടുക്കണം. ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. പെട്ടിയിലേക്ക് നമ്മൾ നറുക്കെടുപ്പ് പോലെ തന്നെ കണ്ണടച്ചിട്ട് എടുക്കണം. എടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബീഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. അപ്പൊ കണ്ണടച്ച് ഒരു ബീഡ് എടുക്കാൻ പാടുള്ളൂ. ആ എടുക്കുന്നത് വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് ഒരു ചാൻസ് തരാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ബോക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ബോക്സ് ആയിരിക്കും സെലക്ട് ചെയ്യുക? അതായത് ഇവിടെ നോക്കിയാൽ ശ്രദ്ധിച്ചേക്കാം, ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, കണ്ണടച്ചെടുക്കുന്നത് ഒരു ബീഡ് എടുക്കണം. ആ ബീഡ് എടുക്കേണ്ടത് എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് 4 ബോക്സ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഈ ബോക്സിൽ 9 ബ്ലാക്കും 1 വൈറ്റും, 7 ബ്ലാക്കും 2 വൈറ്റും, 5 ബ്ലാക്കും 5 വൈറ്റും, 1 ബ്ലാക്കും 9 വൈറ്റും. അപ്പൊ ഈ ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുക്കണം. എടുക്കുന്നത് വൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഏത് ബോക്സ് സെലക്ട് ചെയ്യും? അതായത് ഇപ്പൊ എല്ലാവരും സെലക്ട് ചെയ്യുന്ന ബോക്സ് ഏതായിരിക്കും? ഈ ബോക്സ് ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, ഇതിൽ നമുക്ക് എടുക്കേണ്ട ബീഡ് ഏതായാലും വൈറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ 1 ബ്ലാക്ക് ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണടച്ച് എഴുതുന്നു എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വൈറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അതേസമയം ഇതാണെങ്കിലോ, ഇതിൽ 9 ബ്ലാക്ക് ആണ്, ബാക്കി ഒരെണ്ണം മാത്രമേ വൈറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ കണ്ണടച്ച് അത് എടുക്കുമ്പോൾ അത് ആ ഒരു വൈറ്റ് ബീഡുമ്പോൾ തന്നെ കൈ ചെല്ലണം അല്ലേ. അപ്പൊ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, ബാക്കിയുള്ള 9 എണ്ണം ബ്ലാക്ക് ആണ്. ഇവിടെയാണെങ്കിൽ 2 എണ്ണം വൈറ്റ് ഉണ്ട്, ബാക്കി 7 എണ്ണം ബ്ലാക്ക് ആണ് അല്ലെ. അപ്പൊ ഇതിനേക്കാൾ കുറച്ചുകൂടി സാധ്യത കൂടുതലുണ്ട്, എങ്കിലും ഇതിനും സാധ്യത കുറവ് തന്നെയാണ് അല്ലെ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി ചാൻസ് ഉണ്ട്. കാരണം എന്താ, 2 വൈറ്റ് ഉള്ളത് കൊണ്ട്. അതേസമയം ഇതാണെങ്കിലോ, ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാലോ, ഇവിടെ നമുക്ക് 5 ബ്ലാക്കും 5 വൈറ്റും അല്ലെ. അതായത് നമ്മൾ 20-20 ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ പോലെ 50-50 ചാൻസ് ആണ് അല്ലെ. അതായത് ഒരു വേണമെങ്കിൽ ബ്ലാക്ക് കിട്ടും, അല്ലെങ്കിൽ വൈറ്റ് കിട്ടും. ഇവിടെ സാധ്യത, അതായത് ചാൻസ് ഈക്വൽ ആണ്. അത് പകുതി ബ്ലാക്ക് ഉണ്ട്, പകുതി വൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഈക്വൽ. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമുക്ക് 9 വൈറ്റ് ഉണ്ട്, ഒരൊറ്റ ബ്ലാക്കേ ഉള്ളൂ. അതുകൊണ്ട് നാം കൈയിട്ടെടുക്കുമ്പോൾ വൈറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ അല്ലെ. പിന്നെ അത്ര ലക്ക് കെട്ടവനാണെങ്കിൽ മാത്രമേ ബ്ലാക്കിലേക്ക് കൈ പോവുകയുള്ളൂ.
അല്ലേ? സാധാരണ എന്തായാലും നമുക്ക് എന്തായിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ? വൈറ്റ് ആയിരിക്കും ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ ഇവിടെ ചാൻസ് കൂടുതൽ ചാൻസ് കുറവെന്നൊക്കെ പറഞ്ഞല്ലേ, വെറുതെ വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മളിത് കണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ മാത്തമാറ്റിക്സിന്റെ രൂപത്തിൽ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് നമ്മൾ ചാൻസ് കൂടുതലാണ്, ചാൻസ് കുറവാണ്, ചാൻസ് ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞത്? അല്ലെ, അതാണ് നാം ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 9 ബ്ലാക്ക് 1 വൈറ്റ് അല്ലേ, മൊത്തം 10 ബീഡുകളുണ്ട്, 10 മുത്തുകളുണ്ട്, അതിൽ 9 ബ്ലാക്ക് ഉണ്ട്, 1 വൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ ഫ്രാക്ഷൻ ആക്കണം നമ്മൾ. അപ്പൊ നമ്മളിത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. അപ്പൊ നമുക്കറിയാം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ നമുക്കറിയാം അല്ലെ. അതായത് നമ്മൾ എന്ത് കിട്ടി കഴിഞ്ഞാലും അതിന്റെ ടോട്ടൽ എത്രയാണോ അത് നമ്മൾ അടിയിൽ എഴുതും അല്ലെ. അത് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. പിന്നെയോ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും അല്ലെ, അംശമായിട്ട് എഴുതും. അപ്പൊ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അടിയിൽ ഒരു ഛേദം ഉണ്ടായിരിക്കും അല്ലെ, അതായത് ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും, മുകളിൽ അംശം അതായത് ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അടിയിൽ നമ്മൾ എന്താണ് എഴുതാറ്? അടിയിൽ നമ്മൾ എഴുതാൻ വെച്ചത് എന്താണ്? ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 9ഉം 1ഉം അല്ലെ, 10 ഉണ്ട് ടോട്ടൽ. അപ്പൊ ആ ടോട്ടലാണ് നമ്മൾ അടിയിൽ എഴുതാം അല്ലെ. അപ്പൊ 10 ബീഡ് മൊത്തം ഉണ്ട്, അതിൽ നിന്ന് എത്രയാണ് വൈറ്റ് ഒരെണ്ണല്ലോ അല്ലെ, വൈറ്റ് ഒരെണ്ണുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ബ്ലാക്ക് അല്ലല്ലോ, നമ്മളോട് പറഞ്ഞിട്ടുള്ള വൈറ്റ് എടുക്കാനാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യം വൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ അംശമായിട്ട് അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ഇത്രയേ ഉള്ളൂ ഇതിലെ കാര്യം. അപ്പൊ മൊത്തം ഏതിലെഴുതണം? ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം, ഛേദമായിട്ട് എഴുതാം. ബാക്കി നമുക്ക് ഏതാണോ വേണ്ടത് ആ എണ്ണം നമ്മൾ അംശമായിട്ട് എഴുതാം. മനസ്സിലായല്ലോ? വളരെ ഈസിയാണ് ഈ ചാപ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. അപ്പൊ നമുക്ക് ഇവിടെ വൈറ്റ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് വൈറ്റ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് എത്ര വൈറ്റ് ഉണ്ട്? 1 വൈറ്റ് ഉണ്ട്. അപ്പൊ 1/10. അപ്പൊ ഇതില് നമുക്ക് വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഇതിൽ ചാൻസ് ആകെ 10 വീട് 10, അതില് വൈറ്റ് ഒരെണ്ണുള്ളൂ അല്ലേ. അപ്പൊ 1/10. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എഴുതാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയേ ഉള്ളൂ? 1/10. 10ൽ 1 ഭാഗം മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ, ഇതിൽ എത്ര ആയിരിക്കും നമ്മുടെ ചാൻസ്? വൈറ്റ് ബീഡ് കിട്ടാനുള്ള ചാൻസ് എത്ര ആയിരിക്കും? മൊത്തം 10 ബീഡ് ഉണ്ട് അല്ലേ. അപ്പൊ 10 നമ്മൾ അടിയിൽ എഴുതി. ഇനിയോ നമുക്ക് വേണ്ടത് വൈറ്റ് ആണ് അല്ലേ, 2 വൈറ്റ് ഉണ്ട്. അപ്പൊ 2/10. അപ്പൊ നമുക്കിവിടെ 2/10 വേണമെങ്കിൽ എന്ത് എഴുതാം? 2/10 എന്ന് വെച്ചാൽ 2 കൊണ്ട് നമുക്ക് 10നെ ഡിവൈഡ് ചെയ്യാം അല്ലെ, 2നെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1/5 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇവിടെ ചാൻസ് നമുക്ക് 5ൽ 1 അല്ലെങ്കിൽ 10ൽ 2, ഇതാണ് നമുക്ക് ഇവിടെ ചാൻസ് അല്ലെ. അപ്പൊ ഇതിനേക്കാൾ ചാൻസ് ഒന്നുകൂടി കൂടി, അതായത് ചാൻസ് ഒന്ന് ഇരട്ടിയായി അല്ലെ, ഇതിനേക്കാൾ ഇരട്ടിയായി ചാൻസ് അല്ലെ. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ എങ്ങനെയായിരിക്കും ചാൻസ് വരാം? മൊത്തം 10 തന്നെ, അതിൽ വ്യത്യാസമില്ല. ഇനി എത്ര വൈറ്റ് ഉണ്ട്? 5 വൈറ്റ് അല്ലെ. അപ്പൊ 5/10 ഇതാണ് ഇവിടുത്തെ ചാൻസ്. അപ്പൊ 5/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1/2. കണ്ട? അപ്പൊ ഇവിടെ ഹാഫ് ആണ് ചാൻസ്, അതായത് പകുതി ചാൻസ് ഉണ്ട്. അത് വൈറ്റ് കിട്ടാനും ബ്ലാക്ക് കിട്ടാനും ഈക്വൽ ചാൻസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിനേക്കാൾ ചാൻസ് ഇവിടെ കൂടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയായിരിക്കും ചാൻസ്? 10 എണ്ണം ടോട്ടല്, വൈറ്റ് എത്ര ഉണ്ട്? 9. കണ്ട? ഇവിടെ 9/10. അപ്പൊ മൊത്തം 10 ആണെങ്കിൽ അതിൽ 9ഉം നമുക്ക് എന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്? അതിൽ വൈറ്റ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ അല്ലെ. അപ്പൊ ഇതിൽ ചാൻസ് വളരെ കൂടുതലാണ്, ഇതിൽ ചാൻസ് വളരെ കുറവാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഏതാണോ അത് നമ്മൾ അടിയിൽ ഛേദമായിട്ട്, അതായത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. പിന്നെ നമുക്ക് അംശം എഴുതേണ്ടത് ഏതാണ്? നമുക്ക് ഏത് കളറാണോ എടുക്കേണ്ടത് അല്ലെ, ഏതെണ്ണമാണോ വേണ്ടത് അതാണ് അംശമായിട്ട് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തിരിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ആണെന്ന് വിചാരിക്കാം, നമുക്ക് ബ്ലാക്ക് ആണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാൻസ് എന്തായി മാറും? ഇവിടുത്തെ ചാൻസ് ടോട്ടൽ 10 ബൈ ബ്ലാക്ക് എത്ര ഉണ്ട്? 9. കണ്ട? അപ്പോൾ 9/10 എന്നായി. അപ്പൊ ഇവിടെ ചാൻസ് വളരെ കൂടി അല്ലെ. ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ചാൻസ് വളരെ കൂടുതലാണ്, 10ൽ 9ഉം ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എടുക്കുകയാണെങ്കിലോ, ഇവിടെ നമ്മൾ ബ്ലാക്ക് എടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ ചാൻസ് എന്തായി മാറും? മൊത്തം 10 1, ഇവിടെ ബ്ലാക്ക് 1 ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ? 10ൽ 1 ഉള്ള ചാൻസ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെയും 2 ബോക്സുകൾ ഉണ്ട് അല്ലെ. ഇവിടെയും കുറച്ച് ബീഡ്സുകൾ തന്നെയാണ് ഈ ബോക്സിലുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ 6 ബ്ലാക്ക് ഉണ്ട്, 5 വൈറ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക, 6 ബ്ലാക്ക് 5 വൈറ്റ് അല്ലെ. അപ്പൊ മൊത്തം എത്ര ബീഡ് വന്നു? 6ഉം 5ഉം 11 അല്ലെ. അപ്പൊ ടോട്ടൽ 11 ബീഡ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ 5 ബ്ലാക്ക് 4 വൈറ്റ് അല്ലെ. അപ്പൊ മൊത്തം 5ഉം 4ഉം 9 ബീഡ്. ഇങ്ങനെയാണ് 2 ബോക്സുകൾ.
അപ്പോൾ ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് പറയാണ്, ഇതിൽ നിന്ന് ഒരു വൈറ്റ് ബീഡ് കിട്ടണം. ഒരു വൈറ്റ് ബീഡ് എടുക്കുക, കണ്ണടച്ചിട്ട് വൈറ്റ് ബീഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു, ആദ്യം കാണിച്ചു തന്നു, പിന്നെ നന്നായിട്ട് ഇങ്ങനെ കിലുക്കിയിട്ട് അത് ഷഫിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ണടച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഏത് ബോക്സ് ഏതിന് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ, ഏത് ബോക്സ് ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെ വൈറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ ഏതാണോ ആ ബോക്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഏത് ബോക്സിലായിരിക്കും നമുക്ക് ചാൻസ് കൂടുതൽ, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ നമുക്ക് ആദ്യത്തെ ബോക്സ് എടുത്ത് നോക്കാം. ആദ്യത്തെ ബോക്സിൽ ഇതിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും, ചാൻസ് എന്തായിരിക്കും? ഇവിടെ നമുക്ക് വൈറ്റ് ആണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചാൻസ് എന്താണ്? നമുക്കറിയാം മൊത്തം എത്രയാണ്? മൊത്തം 11 അല്ലേ. 11 ബീഡ് ഉണ്ട്, നമുക്ക് വൈറ്റ് ആണ് കിട്ടേണ്ടത്, അപ്പൊ 5 വൈറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ചാൻസ് അല്ലെ. 5/11 ആണ് ഇവിടുത്തെ നമുക്ക് ചാൻസ് വരുന്നത്. ഇവിടെയാണെങ്കിലോ മൊത്തം 9 ബീഡാണുള്ളത്, അതിൽ വൈറ്റ് എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 4/9 5/11. അപ്പൊ ഇതിൽ നിന്ന് കൂടുതൽ ചാൻസ് ഏത് ബോക്സിനാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഡിനോമിനേറ്റർ അല്ലെ ഛേദം സെയിം ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ 2ഉം 11 ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അടിയിൽ 2ഉം 11 വിചാരിക്കാം. അങ്ങനെയാണ് നമുക്ക് പറയാം ഇതാണ് കൂടുതൽ അല്ലെ, 5ആണ് കൂടുതൽ, അതുകൊണ്ട് ഇതിനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയാം അല്ലെ. അതായത് ഇവിടെ നമ്മൾ അംശം മാത്രം നോക്കിയാൽ മതി, ഇത് ഛേദം സെയിം ആണെങ്കിൽ. പക്ഷെ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഛേദം 2ഉം വ്യത്യാസമാണ്, ഡിനോമിനേറ്റർ സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതാണ് വലുതെന്ന് അങ്ങനെ പറയാൻ പറ്റും? വലുതായിരിക്കും ചാൻസ് കൂടുതൽ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? അതിന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, 6ാം ക്ലാസ്സിലും മറ്റും പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാം ഇതിനെന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ. സെയിം ആക്കാൻ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ആദ്യത്തെ 9ഉം ഇതും കൊണ്ട് അതായത് 9 കൊണ്ട് 5നെ ഗുണിക്കുക അല്ലേ. അപ്പൊ 9 × 5 45. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ ഏത് വരും? 11 × 9 അല്ലേ. 11 × 9 എന്ന് പറഞ്ഞാൽ 99. അപ്പൊ ഇതിന് നമ്മൾ 45/99 എന്ന് എഴുതി. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവര് തമ്മിൽ ഗുണിക്കുക അല്ലേ. അതായത് 11 × 4 44/11 × 9 99 അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 45/99, ഇതിനെ 44/99. അപ്പൊ ഏതാണ് ഇതിൽ വലുത്? 45/99 അല്ലേ. അപ്പൊ ഇതിനാണ് നമുക്ക് ചാൻസ് കൂടുതൽ. അപ്പൊ വൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഏതിനാണ്? ഈ ബോക്സിനാണ് വൈറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഇതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മൊത്തം ചെയ്യണമെന്നില്ല, എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് നോക്കിയാൽ 9 × 5 45 കിട്ടി അല്ലേ. 9 × 5 45. ഇവിടെ 11 × 4 44 അല്ലേ. ഇത്ര മാത്രം ചെയ്താൽ മതി. കാരണം അടിയിലുള്ള സെയിം ആയിരിക്കും അല്ലേ, അടിയിൽ നമുക്ക് സെയിം ആണ് കിട്ടുക. അതുകൊണ്ട് അവിടേക്ക് പോകണ്ട, നാം എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിൽ ഗുണിച്ചിട്ട് അതിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 74 75 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് ചോദ്യം നോക്കിയാൽ, എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, what is the probability that it is black and the probability that it is white? എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് ഒരു ബോക്സിൽ 6 കറുത്ത ബോൾ, ബ്ലാക്ക് ബോൾ 6 ഉണ്ട്, അതുപോലെ തന്നെ 4 വൈറ്റ് ബോളുകളുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് നാം ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കാണാതെ കണ്ണടച്ച ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണ്? പിന്നെയോ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ബ്ലാക്ക് ബോൾ 6, വൈറ്റ് ബോൾ, ആ ബോക്സിലുള്ള വൈറ്റ് ബോൾ 4 അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടല് 10 ബോൾ ഉണ്ട് അല്ലെ. 10 ബോളാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ, അതായത് ബോൾ കിട്ടാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി സാധ്യത എങ്ങനെ നമുക്ക് കണക്കൂട്ടാം? നമുക്കറിയാം, ആദ്യം ടോട്ടൽ എത്രയാണെന്ന് നോക്കാം അല്ലെ. അതാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ എത്രയാണ്? 10 ബോളാണ് അല്ലെ. അപ്പൊ 10 നമ്മൾ അടിയിൽ എഴുതി, ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ 10 എഴുതി, ഛേദമായിട്ട് 10 എഴുതി. ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? ബ്ലാക്ക് ബോൾ അല്ലെ. അപ്പൊ ബ്ലാക്ക് ബോൾ എത്ര നമ്പർ ഉണ്ട്? 6 എണ്ണം അല്ലെ. 6 ആണ് ബ്ലാക്ക് ബോൾ. അപ്പൊ നമുക്ക് അതായത് 6/10 എത്രയാണോ ടോട്ടൽ അത് അടിയിൽ എഴുതാം. അതിനുശേഷം ഏതാണ് നമുക്ക് വേണ്ടത് ആ നമ്പർ മുകളിൽ എഴുതാം. ഇത്രയേ ഉള്ളൂ.
അപ്പൊ നമുക്ക് ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറിയ രൂപത്തിൽ എഴുതാം അല്ലേ. അപ്പൊ 6/10 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് 2നെയും 6നെയും ഡിവൈഡ് ചെയ്യാം, 10നെയും ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടി, 10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ചെറിയ രൂപത്തിൽ എഴുതി 3/5. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ ബോൾ വൈറ്റ് ആവാനുള്ള സാധ്യത എന്താണ് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോളിന് പകരം വൈറ്റ് ബോൾ. എന്ത് വേണം? ഇതേപോലെ തന്നെ മൊത്തത്തിലുണ്ട് 10 ബോൾ അല്ലേ. 10 ബോൾ 10 അടിയിൽ എഴുതി നമ്മൾ ബൈ. നമുക്ക് ഏതാണ് വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ അല്ലേ. വൈറ്റ് ബോളിന്റെ തന്നെ എത്രയാണ്? 4. അപ്പൊ 4 മുകളിൽ എഴുതി 4/10. അപ്പൊ ഇവിടെയും നമുക്ക് 4/10 എന്ന് നോക്കിയാൽ എങ്ങനെ ചെറുതാക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5. അപ്പൊ നമുക്കിവിടെ 2/5 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഏതിനാണ് കൂടുതൽ ചാൻസ്, കൂടുതൽ പ്രോബബിലിറ്റി ഏതിനാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം എഴുതും? ഈ ചോദ്യത്തിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ ഏതായിരിക്കും ഉത്തരം? അപ്പൊ നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ ഏതാണ് വലുതെന്ന് നോക്കണം അല്ലേ. ഇവിടെ 3/5, ഇവിടെ 2/5. ഏതാണ് ഫ്രാക്ഷൻ വലുത്? ഇതാണ് ഫ്രാക്ഷൻ വലുത് അല്ലേ. 3/5, 3 മുകളിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ഇതിനാണ് പ്രോബബിലിറ്റി കൂടുതൽ അല്ലേ. അപ്പൊ ഇതൊക്കെ വളരെ എളുപ്പമായ ചോദ്യങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. ഒരു ബാഗിൽ 3 റെഡ് ബോളുകളും 7 ഗ്രീൻ ബോളുകളും ഉണ്ട്. ഇനിയോ അനദർ കണ്ടെയ്ൻസ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻസ്. വേറൊരു ബാഗിൽ 8 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയേ. If a ball is drawn from the first bag, what is the probability that it is red? അല്ലെ. അപ്പൊ ആദ്യത്തെ ബാഗിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി സാധ്യത എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ് അല്ലെ. അതായത് ആദ്യത്തെ ബാഗിൽ നിന്ന് നമ്മൾ ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആവാനുള്ള സാധ്യത എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ മൊത്തം ബോളുകൾ എത്ര ഉണ്ട്? 7 3 10 ബോൾ അല്ലെ. അപ്പൊ മൊത്തം 10 ബോളാണ്. അപ്പൊ നമ്മൾ 10 അടിയിൽ എഴുതി. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ അല്ലെ, ചുവന്ന ബോളാണ്. അപ്പൊ റെഡ് ബോൾ എത്ര ഉണ്ട്? 3. അപ്പൊ 3/10 കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ 3/10 നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇതിൽ കോമൺ ആയിട്ടൊന്നും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ 3/10 അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ. ഇനി എന്താണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്? ഫ്രം ദി സെക്കൻഡ് ബാഗ്. അതായത് സെക്കൻഡ് ബാഗിൽ നമ്മൾ രണ്ടാമത്തെ ബാഗിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ ഇതിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 3/10 ആണ് അല്ലെ. ഇനി സെക്കൻഡ് ബാഗിൽ നിന്ന് എടുക്കുകയാണെങ്കിലോ അപ്പൊ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗിന് പകരം സെക്കൻഡ് ബാഗ്. അപ്പൊ സെക്കൻഡ് ബാഗിന് കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കിയാൽ മൊത്തം എത്ര ബോളുകൾ ഉണ്ട്? 7 8 അല്ലെ. 7 8 15 ബോൾ ഉണ്ട് മൊത്തം. അപ്പൊ നമ്മൾ 15 അടിയിൽ എഴുതി. ഇനി റെഡ് ബോൾ എത്ര ഉണ്ട്? ഇവിടെ 8 റെഡ് ബോൾ അല്ലെ. അപ്പൊ 8/15. നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ 8/15 തന്നെ കിടന്നോട്ടെ. ഇനി അതിലെന്താണ് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്? ഈ രണ്ട് ബാഗിലെയും പന്തുകൾ നമ്മൾ ഒറ്റ സഞ്ചിയിലാക്കി, ഒറ്റ ബാഗിലാക്കി. എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൽ നിന്നും നമ്മൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സാധ്യത എത്രയാണ്? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? റെഡ് ബോൾ ഇതിൽ 3 ഉണ്ട്, ഇതിൽ റെഡ് ബോൾ 8 ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര റെഡ് ബോൾ വരും? റെഡ് ബോൾസ് എത്ര വരും? ഇവിടെ 3 ഇവിടെ 8 അല്ലെ. 3 + 8 അതായത് 11. ഇനി ഗ്രീൻ ബോൾ എത്ര ഉണ്ടാവും ടോട്ടല്? ഇവിടെ 7 ഇതിലും 7 അല്ലെ. അപ്പൊ 7 + 7 = 14 ഗ്രീൻ ബോൾ ഉണ്ടാവും. അങ്ങനെ മൊത്തം എത്ര വരും? 11 14 25 അല്ലെ. അപ്പൊ മൊത്തം 25 ബോൾ ഉണ്ടാവും ഈ ബാഗിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ അല്ലെ. റെഡ് ബോൾ ഫ്രം ദി തേർഡ് ബാഗ്, അതായത് മൂന്നാമത്തെ ബാഗ്, രണ്ടും കൂടി കൂട്ടിച്ചേർത്ത ബാഗ്. സീക്രട്ട് എന്ത് വരും? മൊത്തം 25, ടോട്ടൽ 25 ബോൾ വരുന്നുണ്ട്. 25 അതിൽ റെഡ് ബോൾ എത്ര ഉണ്ട്? മൊത്തം 11 റെഡ് ബോൾ ഉണ്ട് അല്ലേ. അപ്പൊ 11/25.
അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. മനസ്സിലായോ? അതായത് ഒരു ബാഗിൽ 3 റെഡ് ബീഡും ഉണ്ട്, 7 ഗ്രീൻ ബീഡും ഉണ്ട്. പിന്നെയോ അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 മോർ ഓഫ് ഈച്ച്. അതായത് മറ്റൊരു ബാഗിൽ ഇതിനേക്കാൾ ഓരോന്നും കൂടുതലാണ് അല്ലെ. അപ്പൊ ഓരോ ബീഡും കൂടുതലാണ്. അതായത് അപ്പൊ റെഡ് ബീഡ് എത്ര ഉണ്ടായിരിക്കും? 3ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4 റെഡ് ബീഡ് ഉണ്ടായിരിക്കും. ഇത് 7 ഗ്രീൻ ബീഡാണ്. അപ്പൊ 7ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 8 ഗ്രീൻ ബീഡ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഓരോന്ന് കൂടുതലാണ്. അപ്പൊ റെഡ് ബീഡ് 4ആയി, ഗ്രീൻ ബീഡ് 8ആയി അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 ബാഗുകളുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൽ നിന്ന് നമുക്കൊരു റെഡ് ബീഡ് എടുക്കണം. അപ്പൊ റെഡ് ബീഡ് കിട്ടാൻ ചാൻസ് കൂടുതൽ ഈ ബാഗ് ഒന്നാമത്തെ ബാഗിൽ നിന്ന് എടുക്കുമ്പോഴാണോ അതോ രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കുമ്പോഴാണോ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഏതിലായിരിക്കും ചാൻസ് കൂടുതൽ? ഇവിടെ മൊത്തം നോക്കിയാൽ 10 അല്ലെ. ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 10 ബീഡുകളുണ്ട്. അതിൽ റെഡ് ബീഡ് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇവിടെ ടോട്ടല് 8 4 12 എണ്ണം ഉണ്ട് അല്ലെ. 12 ബീഡ് ടോട്ടൽ ഉണ്ട്. അതിൽ റെഡ് ബീഡ് 4 എണ്ണം ഉണ്ട്. അപ്പൊ ഏതിലായിരിക്കും ചാൻസ് കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ? അപ്പൊ പറയാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള രീതിയിൽ ഒന്ന് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് അല്ലെ, റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ്, ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് നോക്കാം. പ്രോബബിലിറ്റി നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ് നോക്കാം അല്ലെ. എന്നിട്ട് ഇവ തമ്മിലൊന്ന് നേരത്തെ ചെയ്ത പോലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ പോരെ. മതി. ഏതാണ് വലുതെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ഫസ്റ്റ് ബാഗ്. അപ്പൊ ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ചുവന്ന മുത്ത് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ആദ്യത്തെ ബാഗിൽ എത്ര ഉണ്ട്? മൊത്തം 10 അടിയിൽ എഴുതി. ഇനി റെഡ് ബീഡാണ് അല്ലെ. എത്ര ഉണ്ട് റെഡ് ബീഡ്? 3. അപ്പൊ 3/10. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിലത്തെ ചാൻസ്. ഇനി ഇവിടെ നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? മൊത്തം എത്ര ഉണ്ട്? മൊത്തം 12 അല്ലെ. 12 അതില് റെഡ് ബീഡ് എത്ര ഉണ്ട്? 4/12. 4/12 ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റും അല്ലെ. ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ നോക്കിയാൽ 4 കൊണ്ട് നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാം, 12നെ ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ 1/3 എഴുതാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഏതിലാണ് പ്രോബബിലിറ്റി കൂടുതൽ അല്ലെ. അപ്പൊ ഇതിൽ 3/10 അല്ലെ. അപ്പൊ 3/10 ആണോ അതോ 1/3 ആണോ വലുത്? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഏതാണോ വലുത് അതാണ് പ്രോബബിലിറ്റി കൂടുതൽ. അപ്പൊ നമ്മൾ ഇതിൽ വലുത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ഇത് 10ഉം ഇത് 3ഉം, ഇത് രണ്ടും 10 ആണെങ്കിൽ ഇത് 10 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഇതാണ് വലുത് അല്ലെ. ഇവിടെ 3 ആണ്. അപ്പൊ ഇതാണ് വലുതെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ 10ഉം ഇവിടെ 3 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നാം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. എന്നിട്ട് കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് നോക്കാം. 3 × 3 ഇവിടെ 9 കിട്ടി അല്ലെ. 9. ഇവിടെ 10 × 1 10. അപ്പൊ ഇവിടെ ഏതാണ് വലുത്? 10 അല്ലെ. അപ്പൊ ഏതാണ് വലിയ ഫ്രാക്ഷൻ? 1/3 അല്ലെ. 1/3 ആണ് വലിയ ഫ്രാക്ഷൻ. അതായത് 1/3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെ. അപ്പൊ ബാഗിൽ നിന്ന്, അതായത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കുന്നതാണ് നമുക്ക് പ്രോബബിലിറ്റി കൂടുതൽ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇതിന്റെ ഛേദം സെയിം ആക്കാൻ നോക്കണം അല്ലെ. അപ്പൊ ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരും ഇതിന് ഈ ഫ്രാക്ഷൻ എന്തായി മാറും? 3 × 3 9. അപ്പൊ 9/10 × 3 30 ആവും. ഈ ഫ്രാക്ഷൻ 3/10 എന്നുള്ളത് 9/30 ആവും. ഇതെന്തായിരിക്കും? 10 × 1 10/30. കണ്ട. അപ്പൊ ഇങ്ങനെ ആവത്, അതായത് 9/30ഉം 10/30 ആവും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. നാം എന്ത് ചെയ്താൽ മതി? ഈ അംശം മാത്രം നോക്കിയാൽ മതി അല്ലെ. ഛേദം നമുക്ക് സെയിം ആയിരിക്കും എന്നറിയാലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവര് തമ്മിൽ ഗുണിക്കാം. 3 × 3 9, 10 × 1 10. അതിലേതാണോ വലുത് അത് ആയിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അപ്പൊ അവിടെയാണ് നമുക്ക് പ്രോബബിലിറ്റി കൂടുതൽ.
അപ്പോൾ മോർ പ്രോബബിലിറ്റി ഈസ് ഫ്രം സെക്കൻഡ് ബാഗ് അല്ലേ, സെക്കൻഡ് ബാഗ്. അപ്പൊ സെക്കൻഡ് ബാഗിൽ എടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് സാധ്യത കൂടുതൽ അല്ലെ. എന്തുകൊണ്ടാണ്? അതാണ് വലിയ ഫ്രാക്ഷൻ. 1/3. 1/3 വലുത് അല്ലെ. ഇവിടെ നമുക്ക് 10 കിട്ടി, ഇവിടെ നമുക്ക് 9 കിട്ടി. അപ്പൊ 10 വലുത് അല്ലേ. മനസ്സിലായല്ലോ. അപ്പൊ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.